നമസ്കാരം. ഇന്ന് IT ഭാഗത്തെ അഞ്ചാമത്തെയും അവസാനത്തേതുമായ ക്ലാസ് ആണ്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് +2 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് തന്നിരിക്കുന്ന 4 ഭാഗങ്ങളും വളരെ വ്യക്തമായി തന്നെ ക്ലാസ് ചെയ്തു തീർത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് സൈബർ ക്രൈം, സൈബർ ലോസ് ഈ ഭാഗമാണ്. ഈ ഭാഗത്തെ ക്ലാസ്സോടുകൂടി IT ഭാഗത്തെ എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമാവുകയാണ്. ഈ ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്, കൈകാര്യം ചെയ്തത് ഈ രംഗത്തെ വളരെ വിദഗ്ധനും പ്രഗത്ഭനുമായിട്ടുള്ള അധ്യാപകനാണ്. വളരെ കാലമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകനാണ്. ആ അധ്യാപകനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ചെയ്തത്. പക്ഷെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ, ലൈക്ക് നോക്കുമ്പോൾ ഒക്കെ അത് പ്രോത്സാഹനകരമായിട്ട് തോന്നുന്നില്ല. ഇത്രയും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് തരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. ആകെ കൊടുക്കാൻ പറ്റുന്നത് ലൈക്കോ കമൻറ്റോ പ്രോത്സാഹനമോ ഒക്കെയാണ്. അത് നിങ്ങൾ കൊടുത്തു കാണുന്നില്ല. എനിക്കതൊരു ഷെയിമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ അധ്യാപകരെ വിളിച്ച് ക്ലാസ് ചെയ്യിപ്പിക്കുന്നതിന് എന്നെ മടുപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ നിങ്ങൾ നൽകാതിരുന്ന പ്രോത്സാഹനം ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തിന് നൽകണം. ഞാനൊരു 1000 ലൈക്കിൽ കൂടുതൽ ആദ്യത്തെ ദിവസം ഈ പോസ്റ്റ് വരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കണം, കമൻറ്റുകൾ നൽകണം. അതൊരു വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ഥ അക്കാഡമിയുടെ മുൻ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ ഒക്കെ PDF നോട്ട്സ് ഞങ്ങൾ ടെലഗ്രാം ചാനലിൽ ലഭ്യമാക്കാറുണ്ട്. അത് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലൂടെ അംഗമാകാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +2 ഡിഗ്രി പ്രിലിംസ് കോഴ്സിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട, കൃത്യമായി പഠിച്ചാൽ മാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗമാണിത്. കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇത് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ഡെഫിനിഷൻസും പല രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സൈബർ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ IT ആക്ടിനെ കുറിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് നമുക്കുണ്ടാകണം. ഇന്ത്യയിലെ IT ആക്ട് പാസാക്കിയ വർഷം ചോദിച്ചാൽ 2000 ജൂൺ 9. ഇന്ത്യയിൽ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക നിയമം നമ്മുടെ ഭരണഘടനയുടെ അവശിഷ്ട അധികാരങ്ങൾ എന്ന പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തു, സൈബർ നിയമം എന്ന പേരിൽ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു IT ആക്ട് പാസ്സാക്കുന്ന ഏത് വർഷമാണ്? 2000 ജൂൺ 9 ശേഷം 2000 ഒക്ടോബർ 17 അത് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ 2 പോയിന്റുകൾ ശ്രദ്ധിച്ചോണം. ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2000 ജൂൺ 9, നിലവിൽ വന്നത് ചോദിച്ചാൽ 2000 ഒക്ടോബർ 17. അപ്പോൾ ഇതൊരു നിയമപുസ്തകമാണെങ്കിൽ നിയമമാണ്. ആ നിയമപുസ്തകം തുറക്കുമ്പോൾ അതിൽ 13 ചാപ്റ്റേഴ്സ്, നമ്മൾ സാധാരണ ഒരു സ്കൂൾ പുസ്തകം തുറക്കുമ്പോൾ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ചാപ്റ്റർ 1, 2, 3 എന്ന് പറഞ്ഞ്, അങ്ങനെ 13 ചാപ്റ്റേഴ്സിലായിട്ട് ചെറിയ ചെറിയ ഓരോ ഹെഡിങ്ങുകൾ, അത് സെക്ഷൻസ് ആണ്. 94 സെക്ഷൻസും. ശേഷം ഈ നിയമം നിലവിൽ വന്നപ്പോൾ 3-4 നിയമങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന അവസാനം 4 പട്ടികകളായിട്ടും ഉൾപ്പെടുത്തി, 4 ഷെഡ്യൂൾസ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ IT ആക്ട് അല്ലെങ്കിൽ IT ആക്ട് 2000-ൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്റേഴ്സ്, സെക്ഷൻസിന്റെ എണ്ണം 94, ഷെഡ്യൂൾസ് 4. ആശയം പിടിയിട്ടുള്ള നിയമപുസ്തകമാണ്. പുസ്തകം തുറന്നാൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഓരോരോ ചെറിയ ഹെഡിങ്ങുകളായിട്ട് 94 സെക്ഷൻസും ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ലാസ്റ്റ് 4 ഷെഡ്യൂളുകളായി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ 2000-ലാണ് ഇത് നിലവിൽ വരുന്നത്. നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വരുന്നത് 1995-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ കൊൽക്കത്തയിൽ സ്ഥാപിതമാകുന്നത് 1955-ലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവരുന്ന 1955-ൽ കൊൽക്കത്തയിലായിരുന്നു. ശേഷം ഒരു 2000-നോട് അടുപ്പിച്ചാണ് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിലവിൽ വന്ന നിയമമായിട്ട് തന്നെ ഇതിന് കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ നിയമത്തിന് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2008
ഡിസംബർ 23 വർഷം പഠിച്ചോണം. 2008 ഡിസംബർ 23 ഇത് ഭേദഗതി ചെയ്തു. അപ്പോൾ IT അമെൻമെന്റ് ആക്ട് പാസാക്കിയ വർഷം ചോദിച്ചാൽ 2008 ഡിസംബർ 23. നമ്മൾ അതിനെ IT ആക്ട് 2008 എന്ന പേരിലോ അല്ലെങ്കിൽ IT അമെൻമെന്റ് ആക്ട് എന്ന പേരിലോ പറയാറുണ്ട്. അപ്പോൾ ബേസിക് ആക്ട് ഇതാണ്, നിയമം ഇതാണ്. ഇതിനെ പിന്നീട് ഭേദഗതി ചെയ്തു. ഒരു വലിയ ഭേദഗതിയായിട്ട് സെപ്പറേറ്റ് ഒരു നിയമം എന്ന പേരിലും ചിലപ്പോൾ അറിയപ്പെടാറുണ്ട്. അപ്പോൾ 2008 ഡിസംബർ 23 ഭേദഗതി പാസാക്കുകയും ശേഷം 2009 ഒക്ടോബർ 27 നിലവിൽ വരികയും ചെയ്തു. ഡേറ്റ് പഠിച്ചോണം. 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു. ഇപ്പൊ രണ്ട് ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള നിയമം ഇതാണ്. അത് 2000 ജൂൺ 9 പാസ്സാക്കിയിട്ട് ശേഷം 2000 ഒക്ടോബർ 17 നിലവിൽ വന്നു. ഇവിടെ ഭേദഗതി പാസ്സാക്കിയത് ഏത് വർഷമാണ്? 2008 ഡിസംബർ 23 അതിനെ IT അമെൻമെന്റ് ആക്ട് എന്ന പേരിലോ അല്ലെങ്കിൽ IT ആക്ട് 2008 എന്ന പേരിലോ അറിയപ്പെടുന്നുണ്ട്. ശേഷം ഇന്ന് നിലവിൽ വന്നു 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു. ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ചെറിയ ചില ചേഞ്ചസ് വന്നു. 13 ചാപ്റ്റർ എന്നുള്ളത് 14 ചാപ്റ്റർ ആയിട്ട് മാറി. അപ്പോൾ IT അമെൻമെന്റ് ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 14 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. 94 സെക്ഷൻ എന്നുള്ളത് 124 സെക്ഷൻസ് ആക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന 119 സെക്ഷൻസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ചിലതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അമെൻമെന്റ് ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 124. അതേപോലെ ഈ 4 ഷെഡ്യൂൾ എന്നുള്ളത് മേർജ് ചെയ്തിട്ട് 2 ഷെഡ്യൂളുകളായി കുറച്ചു. 2 ഷെഡ്യൂളുകളായി കുറയ്ക്കുകയും ചെയ്തു. പകരം ഒരു 4 പാർട്സ് 4 പാർട്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. വലിയ പ്രാധാന്യമില്ല. അപ്പോൾ IT അമെൻമെന്റ് ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 14 ചാപ്റ്റേഴ്സ്. സെക്ഷൻസ് എത്രയാണ്? 124 സെക്ഷൻസ്. അതേപോലെ തന്നെ ഷെഡ്യൂൾസ് എത്രയായിട്ട് കുറഞ്ഞു? 2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 124 സെക്ഷൻസ് ഉണ്ട്. ചിലർക്ക് ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. ശ്രദ്ധിച്ചോണം, ഇതിലെല്ലാം ഒന്നും ക്രൈം അല്ല. സൈബർ ലോകവുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട സൈബർ കോടതികളെ കുറിച്ചും അല്ലെങ്കിൽ സൈബർ ട്രൈബ്യൂണലുകളെ കുറിച്ചും അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇതിനെല്ലാം ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് സൈബർ ലോകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റി, അതിൻ്റെ ടേംസ്, ഇതിനെല്ലാം ഡെഫിനിഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയ ഭാഗം എടുത്താൽ അവിടെ മാത്രമാണ് ക്രൈമുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സൈബർ ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്ത ചില സെക്ഷൻസ് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിലേതൊക്കെയാണ് നമ്മൾ നോക്കി വെക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. 1 സെക്ഷൻ 5 ഒരു ക്രൈം അല്ല, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ? അതിനുള്ള ഇന്ത്യയിലുള്ള ലീഗൽ വാല്യൂ എന്താണ്? എവിടേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരു ക്രൈമായിട്ടല്ല, അതിന്റെ ഡെഫിനിഷൻ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ എന്ന് ചോദിച്ചതാണ് സെക്ഷൻ 5 ആണ്. ഓക്കെ, ദെൻ സെക്ഷൻ 65. ശ്രദ്ധിച്ചോണം, ഒരു വേർഡ് പഠിച്ചിരിക്കണം. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റിൽ തിരിമറി നടത്തുക. ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്കുള്ള യഥാർത്ഥ വിവരങ്ങൾ മാറ്റിയിട്ട് അവിടെ ഫേക്ക് ആയിട്ടുള്ള വിവരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ടാമ്പറിംഗ് എന്ന് പറയും. ഇപ്പോൾ ഈ വേർഡ് ഓർത്തോണം. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് 65 സെക്ഷൻ 65. ദെൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച സെക്ഷനാണ് 66 66 ഹാക്കിംഗ്. ഒരു സൈബർ ക്രൈം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ക്രൈം ഏതാണ്? ഹാക്കിംഗ് ആണ്. അൺഓതറൈസ്ഡ് ആക്സസിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുക. അതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അനുവാദമില്ലാതെ ഈ സൈബർ ലോകത്ത് ഏതൊരു സംഭവത്തിൽ നമ്മൾ അതിക്രമിച്ച് കയറിയാലും കോമൺ ആയിട്ട് അതിന് ഹാക്കിംഗ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഏൽപ്പിക്കുന്ന പ്രഹരം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് അതിന് പല ഡെഫിനിഷൻസ് വരാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ഹാക്കിംഗ്. ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ എന്ന് ചോദിച്ചതാണ് 66 ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിൽ പഠിച്ചോണം. ഹാക്കിങ്ങിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എക്സാമിന് ചോദിച്ചത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ആൻഡ് ഫൈൻ അപ് ടു 5 lakhs. ഇതാണ് അതിൽ പറയുന്ന ഡെഫിനിഷൻ. 3 വർഷം വരെ കഠിന തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. മനസ്സിലായല്ലോ? ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ആൻഡ് ഫൈൻ അപ് ടു 5 lakhs. ഇത് ശ്രദ്ധിച്ചോണം. രണ്ടിൽ ഏതെങ്കിലും ഒന്നോ രണ്ടുമോ ലഭിക്കാം. നമ്മളിപ്പോൾ അടുത്തിരിക്കുന്ന ഒരാളുടെ മൊബൈലിൽ അയാളുടെ അനുവാദമില്ലാതെ നമ്മൾ അതിക്രമിച്ച് കയറിയാൽ ഹാക്കിംഗ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞ് നമുക്ക് 3 വർഷം വരെ കഠിന തടവൊന്നും ലഭിക്കത്തില്ല. ചിലപ്പോൾ 1 മാസം കഠിന തടവും, ചിലപ്പോൾ 50,000 രൂപ പിഴയായിരിക്കും, ചിലപ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും. അതാണ് പറയുന്നത്. 3 വർഷം വരെ കഠിന തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. പ്രീവിയസ്
ആയിട്ട് ചോദിച്ചാണ് ഇതിന്റെ പണിഷ്മെന്റ്. ഓക്കെ, ദെൻ ഈ 66ന്റെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇതും പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ഇലക്ട്രോണിക്സ് മീഡിയ. ഇലക്ട്രോണിക്സ് മീഡിയയിൽ മറ്റൊരാളോട് മോശമായി സംസാരിക്കുക, ഇത് പണ്ടൊരു വലിയ ക്രൈമായിരുന്നു. പക്ഷേ ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ആൾക്കാർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എപ്പോഴും ഇത് കേസൊക്കെ ആയിട്ട് മാറിയപ്പോൾ ലാസ്റ്റ് 2016 ഇത് സുപ്രീം കോടതി റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, IT ആക്ടിലെ ഏത് സെക്ഷനാണ് സുപ്രീം കോടതി റിമൂവ് ചെയ്തത്? 66A. ശ്രദ്ധിച്ചോണം, സെക്ഷൻ ഓഫ് IT ആക്ട് റിമൂവ്ഡ് ബൈ സുപ്രീം കോർട്ട് ഇൻ 2016. 2016 സുപ്രീം കോടതി റിമൂവ് ചെയ്ത IT ആക്ടിലെ സെക്ഷൻ എന്ന് ചോദിച്ചതാണ് 66A ആണ്. അത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് 66B സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്. ഒന്നുകിൽ ഇലക്ട്രോണിക് ഡിവൈസസ് മോഷ്ടിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ഇലക്ട്രോണിക്സ് ഡിവൈസസ് സ്വീകരിക്കുക. റിസീവിംഗ് സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇതൊക്കെ സൈബർ ലോകത്ത് വലിയ ക്രൈമായിട്ടാണ് പറയുന്നത്. 3 വർഷം വരെ കഠിന തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണിത്. മനസ്സിലായല്ലോ? 66B ആ ഒരു വേർഡ് ഓർത്താൽ മതി. സ്റ്റോളൻ, മോഷ്ടിക്കുക. ഒന്നുകിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ സ്വീകരിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ കൊണ്ട് തരികയാണ്. അയാൾ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് തന്നാണെങ്കിൽ നമ്മൾ അയാൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങി കഴിയുമ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളാണ് കുറ്റക്കാരൻ. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് പോലും ഒരു വാല്യൂ ഇല്ല. മനസ്സിലായാലും അപ്പം ഒന്നുകിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട മുതലുകൾ സ്വീകരിക്കുക. ഇത് വലിയ ക്രൈമായിട്ടാണ് സൈബർ ലോകത്ത് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് 66B. ദെൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്. ഒരു വ്യക്തിയുടെ വ്യക്തി വിവരങ്ങൾ, അതായത് ഇപ്പോൾ അയാളെ സംബന്ധിച്ച് പാൻ കാർഡോ ആധാർ കാർഡോ ID കാർഡോ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് മീഡിയയിൽ ചോർത്തി എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ഗെയിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 66C. അതും വലിയ ക്രൈമാണ്. 3 വർഷം വരെ കഠിന തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണ് 66C. എന്താണ്? ഐഡന്റിറ്റി തെഫ്റ്റ്. നെക്സ്റ്റ് 66D ചീറ്റിംഗ് യൂസിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ്. 66D ചീറ്റിംഗ് യൂസിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക്സ് മീഡിയയുടെ സഹായത്തോടെ മറ്റൊരു വ്യക്തിയെ കബളിപ്പിക്കുക. ഇതിന് ഏറ്റവും വലിയൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2 ഫേസ്ബുക്ക് ID ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആൾക്കാരെയൊക്കെ പറ്റിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതൊക്കെ ഈ 66Dയിൽ വരുന്നതാണ്. ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പരീക്ഷ ചോദിക്കാം, 2 ഫേസ്ബുക്ക് ID ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരം ക്രൈം ആണെന്ന് ചോദിക്കാം. ഏതാണ്? 66D ആണ്. നെക്സ്റ്റ് 66E വയലേഷൻ ഓഫ് പ്രൈവസി. ഒരു വ്യക്തിയുടെ സ്വകാര്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ അയാൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ഫീച്ചറായിട്ട് ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. നമ്മൾ അയാളുടെ പെർമിഷൻ ഇല്ലാതെ അത് കോപ്പി ചെയ്ത് പലയിടത്ത് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്താൽ എന്താണ്? അതൊരു ക്രൈമാണ്. അല്ലെങ്കിൽ ഒരാൾ അയാളുടെ പ്രോഡക്റ്റ്, അയാൾ വരച്ച ഒരു ചിത്രം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു, അയാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളത് മറ്റേതെങ്കിലും ആവശ്യത്തിനോ മാർക്കറ്റിങ്ങോ യൂസ് ചെയ്താൽ അതെല്ലാം ക്രൈമാണ്. അപ്പം വയലേഷൻ ഓഫ് പ്രൈവസി 3 വർഷം വരെ കഠിന തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണ് 66E വയലേഷൻ ഓഫ് പ്രൈവസി. ദെൻ ദ മോസ്റ്റ് ഡേഞ്ചറസ്, അതുപോലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഉള്ള ക്രൈമാണ് 66F സൈബർ ടെററിസം. നമുക്കൊരു സൈബർ ക്രൈമായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ് സൈബർ ടെററിസം. അതായത് ഇലക്ട്രോണിക്സ് റിസോഴ്സസിന്റെ സഹായത്തോടെ ആന്റി നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ്. ഇലക്ട്രോണിക് റിസോഴ്സസ് ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈബർ ടെററിസം എന്ന് വിളിക്കുക. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. മനസ്സിലായല്ലോ? നോൺ ബെയിലബിൾ ആണ്, ജാമ്യമില്ലാത്തതാണ്. അതേപോലെ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണ്, ആജീവനാന്ത തടവും. കൃത്യമായി പറഞ്ഞാൽ സൈബർ നിയമങ്ങളിൽ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 66Fലാണ്, സൈബർ ടെററിസം. പ്രത്യേകത മനസ്സിലായല്ലോ? അതായത് ഇലക്ട്രോണിക് റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഒരു അർത്ഥത്തിലാണ് സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? 66F ആണ്. പ്രത്യേകം എന്താണ്? നോൺ ബെയിലബിൾ ഒഫൻസ്, ജാമ്യമില്ല, അതുപോലെ വിത്ത് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്. ഈ കാറ്റഗറിയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രൈമാണ് ഇത്. അപ്പോൾ 66ന്റെ സെക്ഷൻസ് ആണ്, 66ന്റെ സബ് ഡിവിഷൻസ് ആണ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നത്. കാണാതെ പഠിക്കരുത്, ആശയം മനസ്സിലാക്കണം. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, നമ്മൾ അനുവാദമില്ലാതെ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി കഴിഞ്ഞാൽ അത് IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരം പണിഷ്മെന്റ് ആണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്? ഹാക്കിംഗ് ആണ്. അൺഓതറൈസ്ഡ് ആക്സസിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുക. നമ്മൾ അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ദെൻ സുപ്രീം കോടതി റിമൂവ് ചെയ്ത IT ആക്ടിലെ സെക്ഷൻ എന്ന് ചോദിക്കാം. 66A സ്റ്റോളൻ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസുകൾ സ്വീകരിക്കുക. ഇതൊക്കെ ഏത് സെക്ഷൻ പ്രകാരം ക്രൈമാണ്? 66B വ്യക്തി വിവരങ്ങൾ മോഷ്ടിക്കുക ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ, അത് 66C ഐഡന്റിറ്റി തെഫ്റ്റ്. 66D ചീറ്റിംഗ് ഇലക്ട്രോണിക് റിസോഴ്സസിന്റെ സഹായത്തോടെ ഒരു വ്യക്തിയെ കബളിപ്പിക്കുക.
66 വയലേഷൻ ഓഫ് പ്രൈവസി, 66F സൈബർ ടെററിസം. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചോണം, ഈ വേർഡുകൾ മനസ്സിൽ വെച്ചോണം. കാരണം പരീക്ഷയ്ക്ക് ഇത് വലിയ ഡെഫിനിഷൻ ആയിട്ടൊക്കെ ആയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ട് 2 ഫേക്ക് ആയിട്ടുള്ള ഫേസ്ബുക്ക് ID ഉണ്ടാക്കി ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തി IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരം ശിക്ഷിക്കപ്പെടും എന്ന് ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ചീറ്റിംഗ് ആണ്. 66D ഇങ്ങനെ ചോദിക്കും. അത് ഈ വേർഡുകൾ വെച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡെഫിനിഷൻ എങ്ങനെ വേണമെങ്കിലും വരാം. നെക്സ്റ്റ് 67 ഒബ്സീൻ, വലിയൊരു ക്രൈമായിട്ടാണ് പറയുന്നത്. ഒബ്സീൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുകയോ കയ്യിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? ഒബ്സീൻ. പബ്ലിഷിംഗ് ഇൻഫർമേഷൻ ത്രൂ ഇലക്ട്രോണിക്സ് മീഡിയ വിച്ച് ഈസ് എ ഒബ്സീൻ ഇൻ ഇലക്ട്രോണിക് ഫോം. മനസ്സിലായല്ലോ? നമ്മൾ ഇലക്ട്രോണിക്സ് ഫോമിലുള്ള അശ്ലീലങ്ങളെയാണ് ഒബ്സീൻ എന്ന വേർഡ് കൊണ്ട് പറയുക. വലിയ ക്രൈമായിട്ടാണ് പറയുന്നത്. 5 വർഷം വരെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയായിട്ടൊക്കെ ഉള്ള വലിയ ക്രൈമായിട്ടാണ് പറയുന്നത്. ഇതിനൊന്നും പണിഷ്മെന്റ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. പ്രധാനമായിട്ടും പണിഷ്മെന്റ് ചോദിച്ചുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹാക്കിങ്ങിൻ്റെതും അതേപോലെ സൈബർ ടെററിസത്തിനെയാണ്. മിനിമം അത് രണ്ടും പഠിച്ചു വെച്ചോണം. അപ്പോൾ ഒബ്സീൻ അതൊരു വലിയ ക്രൈമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മളൊരു വ്യക്തിക്കെതിരെ ചെയ്താൽ പോർണോഗ്രഫി എന്ന് വിളിക്കും. സൈബർ പോർണോഗ്രഫി. പബ്ലിഷിംഗ് സെക്ഷൽ കണ്ടന്റ്സ് എഗൻസ്റ്റ് എ പേഴ്സൺ. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അശ്ലീലകരമായ കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. അത് വെർബലായിട്ടുള്ള വേർഡുകളാകാം, ഫോട്ടോസ് ആകാം, വാട്ടെവർ, അതെല്ലാം ഇതിൽ പെടും. സൈബർ പോർണോഗ്രഫിയിൽ പെടും. സൈബർ പോർണോഗ്രഫി വലിയ ക്രൈമാണ്. ഈ പറഞ്ഞ 7 വർഷം വരെ കഠിന തടവും 10 ലക്ഷം രൂപയ്ക്ക് ഫൈനായിട്ട് കിട്ടുന്നൊരു ക്രൈമാണിത്. വലിയ ക്രൈമായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ കുട്ടികൾക്കെതിരെ ചെയ്താൽ അതിനെ ചൈൽഡ് പോർണോഗ്രഫി എന്ന് വിളിക്കും. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 67B. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 67B. അപ്പോൾ ഇലക്ട്രോണിക്സ് മീഡിയയിൽ കോമൺ ആയിട്ട് അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ 67 ആണ് സെക്ഷൻ. ഒബ്സീൻ എന്ന വേർഡ് ഓർത്തിരിക്കുക. ഇനി ഒരു വ്യക്തിക്കെതിരെ ചെയ്താൽ അതിനെ പോർണോഗ്രഫി എന്ന് വിളിക്കും. അപ്പോൾ 67A ആണ് പോർണോഗ്രഫി. കുട്ടികൾക്കെതിരെ ചെയ്താൽ വലിയ ക്രൈമാണ്, അതിനെ ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്നു. അപ്പോൾ മിനിമം ഇത്രയും സെക്ഷൻസ് കൃത്യമായി പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മിനിമം ആണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചത്, അതേപോലെ പണിഷ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹാക്കിങ്ങിൻ്റെതും സൈബർ ടെററിസത്തിൻ്റെയുമാണ് സാധാരണ പരീക്ഷയിൽ ഏറ്റവും കോമൺ ആയിട്ട് പണിഷ്മെന്റ് ചോദിച്ചിട്ടുള്ളത്. അതെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ആശയം മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വലിയ ഡെഫിനിഷൻ ആയിട്ടുള്ള രീതിയിൽ, കാരണം ഇതിനെല്ലാം സിമ്പിൾ ആയിട്ടുള്ള വേർഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡെഫിനിഷൻ വലിയ രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഇതിനൊക്കെ മാറ്റിമറിക്കും. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൈബർ ക്രൈമുകളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോണം, ഒരുപാട് സൈബർ ക്രൈമുകളെ കുറിച്ച് നമ്മുടെ സൈബർ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതിൽ സ്കൂൾ ടെക്സ്റ്റുകളിൽ പറയുന്നതും പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വന്ന രീതിയിൽ ഏറ്റവും മിനിമം ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ തന്നെ ചില ക്രൈമുകളിലൊക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടി. സൈബർ ടെററിസം എന്താണെന്ന് കിട്ടി, പോർണോഗ്രഫി എന്താണെന്ന് കിട്ടി. അതിന് നമ്മൾ പറയുന്നില്ല. അതല്ല നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാക്കിങ്ങിനെ കുറിച്ച്. അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ നമ്മൾ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുന്നതിനാണ് എന്ത് വിളിക്കുക? ഹാക്കിംഗ് എന്ന് വിളിക്കുക. ഈ ഹാക്കിംഗ് തന്നെ പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് വൈറ്റ് ഹാറ്റേഴ്സ് എന്നും ബ്ലാക്ക് ഹാറ്റേഴ്സ് എന്നും ഒക്കെ പറയാറുണ്ട്. വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാറുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കും ചിലപ്പോൾ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഹാക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഹാക്കിംഗ് പ്രൊഫഷൻ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഗവൺമെന്റ് ഏജൻസിക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷനാണ്. അതൊക്കെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കും. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അനുവാദമില്ലാതെ അതിക്രമിച്ച് ചെയ്യുന്ന എന്തിനെ നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ആ ഹാക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് വെബ് ജാക്കിംഗ്. പേര് തന്നെയുണ്ട്. മനസ്സിലായല്ലോ? പാസ്വേഡ് തിരിമറിയിലൂടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെബ് ജാക്കിംഗ്. മനസ്സിലായല്ലോ? പേര് തന്നെയുണ്ട്, ശ്രദ്ധിച്ചോണം. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വെബ് ജാക്കിംഗ്. കോമൺ ആയിട്ട് എല്ലാത്തിനെയും ഹാക്കിംഗ് എന്നാണ് പറയുക. അതിന് അണ്ടറിൽ വരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? വെബ് ജാക്കിംഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഈ ഹാക്കിങ്ങിന്റെ അതിന് അണ്ടറിൽ വരുന്ന 2 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്രാക്കിംഗ് എന്ന് പറയും. കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ക്രാക്കർ എന്ന് പറയും. കൃത്യമായി പറഞ്ഞാൽ ഒരു ക്രിമിനൽ നേട്ടത്തിന് വേണ്ടി സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ക്രാക്കർ. പ്രൊഫഷണലി നമ്മൾ അവരെ പറഞ്ഞു ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യക്തിയെ കറക്റ്റ് ടേമിൽ പറയുന്നത് ക്രാക്കർ എന്നാണ്. ഒരു ക്രിമിനൽ നേട്ടത്തിന് വേണ്ടി വെബ്സൈറ്റോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട്
അവര് അതിന് ഉടമസ്ഥരോട് ബാർഗെയിൻ ചെയ്യും. അതിന് ഉടമസ്ഥനെ സംബന്ധിച്ച് അത് തിരിച്ചു കിട്ടാൻ അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള സംഭവമാണെങ്കിൽ അവരത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. റിക്കവർ ചെയ്യാൻ ശ്രമിച്ച് അത് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹാക്കർ പറയുന്ന ഡിമാൻഡിന് അവർ വഴങ്ങും. ഹാക്കർ പറയും എനിക്ക് 50,000 രൂപ തന്നാലേ അതിന്റെ ഇത് ഞാൻ തിരിച്ചു തരത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ മറ്റു സോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, മീൻസ് കേസ് കൊടുത്തൊന്നും അത് ഒതുക്കാൻ പറ്റത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ അവര് അത് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു ക്രിമിനൽ നേട്ടമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അവരുടേതായി ഹാക്ക് ചെയ്ത ആള് അവരുടേതായ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ അവിടെ കൂടെ മാർക്കറ്റ് ചെയ്യുന്നു. അതെല്ലാം എന്താണ്, ക്രിമിനൽ നേട്ടങ്ങളാണ്. അങ്ങനെ ഒരു ക്രിമിനൽ നേട്ടത്തിന് വേണ്ടി സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ഹാക്കറെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രാക്കർ എന്ന് വിളിക്കും. നെക്സ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ക്രൈമാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, FISHING. ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്, വല വീശുക എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? അതേപോലെയാണ് ഫേക്ക് ആയിട്ടുള്ള ഇമെയിലുകൾ, മെസ്സേജുകൾ എന്നിവയിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? ഇത് സിമ്പിളായിട്ട് ഓർത്താണ്. ഇപ്പൊ ബാങ്കിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ വരും. മനസ്സിലായോ? നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഈ താഴെ പറയുന്ന വിവരങ്ങൾ ഈ മെയിലിൽ റിപ്ലൈ ആയിട്ട് തരണമെന്നും പറഞ്ഞ് അതിന് താഴെ പറയുന്ന വിവരങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നമ്മുടെ ATMന്റെ പിന്ന്, ഇതൊക്കെ ഇതിന് റിപ്ലൈ ആയിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ എന്ത് പറ്റും, അതിന് റിപ്ലൈ ആയിട്ട് ഇത് കൊടുക്കും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും എന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ അബദ്ധത്തിൽ പെടാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള, അതായത് ഒരു ഓതറൈസ്ഡ് സോഴ്സിൽ നിന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്ന പ്രോസസ്സ്, അത് വല വീശുവാണ്. അപ്പൊ ഇങ്ങനെ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞ് ഇങ്ങനെ 10 പേർക്ക് മെയിൽ അയക്കും. മനസ്സിലായല്ലോ? അത് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അവർ ചോർത്തിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഒരു ബാങ്കിൽ അക്കൗണ്ടുള്ള 10 പേർക്ക് ഒരു മെയിൽ അയക്കും. അപ്പൊ 10 പേർക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ 1-2 പേരായിരിക്കും അതിൽ കുടുങ്ങുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡിനയൽ ഓഫ് സർവീസ്. ശ്രദ്ധിച്ചോണം, DOS. ഈ ഓടെ പ്രത്യേകം ഉണ്ടോ, സ്മോൾ ആണ്. കാരണം നമ്മളൊരു ക്യാപിറ്റൽ DOS പഠിച്ചിരുന്നു, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പേരിൽ. ഇത് ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി വിച്ഛേദിക്കുക എന്നൊരർത്ഥമാണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സോ ഇന്റർനെറ്റോ അതിന്റെ ഒറിജിനൽ യൂസറിന് കുറച്ചു സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡിനയൽ ഓഫ് സർവീസ് എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വിരുദ്ധനുണ്ടെങ്കിൽ അയാൾ നമ്മുടെ അഡ്രസ്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ താൽക്കാലികമായിട്ട് അയാൾ വൈഫൈ എല്ലാം ട്രാക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിന്റെ സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ സർവീസ് ലഭിക്കത്തില്ല. കുറെ കഴിയുമ്പോൾ അയാൾ ആ പരിപാടി നിർത്തി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് വിളിക്കാം, ഡിനയൽ ഓഫ് സർവീസ് എന്ന് വിളിക്കാം. ചെറിയൊരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സോ ഇന്റർനെറ്റോ അതിന്റെ ഒറിജിനൽ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ താൽക്കാലികമായി മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡിനയൽ ഓഫ് സർവീസ് എന്ന് വിളിക്കുക. ദെൻ ഇമെയിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഇമെയിൽ ബോംബിംഗ്, ഇമെയിൽ സ്പാമിംഗ്, ഇമെയിൽ സ്പൂഫിംഗ്. ഈ വേർഡുകളിലൊക്കെ മീനിങ് മനസ്സിലായാൽ മതി. ബോംബിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബൾക്കായിട്ടുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു സെർവറിന് അല്ലെങ്കിൽ ഒരു ഇമെയിൽ സിസ്റ്റത്തിന് ഒരേ സമയം താങ്ങാൻ പറ്റുന്ന മെസ്സേജുകൾ ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഹാക്കർ ബൾക്കായിട്ടുള്ള മെയിൽസ് അങ്ങോട്ട് അയച്ചിട്ട് ആ സെർവറിനെ തകർക്കും. ആ സെർവറിനെ തകർത്തിട്ട് ചിലപ്പോൾ ആ സെർവറിലുള്ള എല്ലാ സിസ്റ്റങ്ങളെയും കൺട്രോൾ അയാൾ കൈക്കലാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു നേട്ടമൊന്നും ഇല്ലാതെ തന്നെ അത് തൽക്കാലത്തേക്ക് നശിപ്പിക്കുന്ന ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ബൾക്ക് മെയിൽസിലൂടെ ഒരു നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ സെർവറിനെ ബ്രേക്ക് ആക്കുന്ന ക്രൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുക. അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് ഈ ആശയം മനസ്സിൽ വെച്ചോണം, എങ്കിൽ മാത്രമേ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇമെയിൽ സ്പാമിംഗ്. സ്പാം നമുക്കറിയാം, നമ്മുടെ മൊബൈലിലൊക്കെ മെസ്സേജ് വരും, ഇറ്റ് കണ്ടെയ്ൻ സ്പാം എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ള മെസ്സേജുകളൊക്കെയാണ് നമ്മൾ സ്പാം എന്ന് വിളിക്കുക. അൺസോളിസിറ്റഡ് ഓർ കൊമേഴ്സ്യൽ മെസ്സേജസ്. നമുക്കറിയില്ല, നമ്മൾ മെയിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്കറിയാത്ത ഒരുപാട് മെസ്സേജുകൾ, മെയിലുകൾ പരസ്യങ്ങളായിട്ടൊക്കെ വരും. അങ്ങനെ ഇമെയിലിന്റെ സഹായത്തോടെ അൺസോളിസിറ്റഡ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമെയിൽ സ്പാമിംഗ്. നെക്സ്റ്റ് ഇമെയിൽ സ്പൂഫിംഗ്. സ്പൂഫ് എന്ന വേർഡ് നമുക്കറിയാം, കോമഡി സ്കിറ്റ് ഒക്കെ നമ്മൾ കാണത്തില്ലേ, സ്പൂഫാന്ന് പറയും. എന്താണ് സംഭവം, ഒറിജിനലോട് സാമ്യമുള്ളത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിന്റെ മെയിൽ ഐ ഡിയോട് സാമ്യമുള്ള ഒരു മെയിൽ ഐ ഡിയിൽ നമുക്ക് മെയിൽ വരും. മുമ്പേ നമ്മുടെ ഫിഷിംഗിൽ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക്, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ഐഡിയോട് സാമ്യമുള്ള ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ വരും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമമായിരിക്കും. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ മെയിൽ ഐ ഡിയോട് സാമ്യമുള്ള
മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്ന, ഇമെയിലൂടെ പറ്റിക്കുന്ന, പ്രധാനമായിട്ട് ഇമെയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇമെയിലൂടെ പറ്റിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇമെയിൽ സ്പൂഫിങ്ങിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈം കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ബോംബിംഗ്, കാണാതെ പഠിക്കരുത്, ആശയം മനസ്സിൽ വെച്ചോണം. ബൾക്ക് മെയിൽസിലൂടെ സെർവറിനെ തകർക്കുന്നു. സ്പാമിംഗ്, ഇമെയിലിന്റെ സഹായത്തോടെ അൺസോളിസിറ്റഡ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നു. ഇമെയിൽ സ്പൂഫിംഗ്, അതായത് ഒറിജിനൽ ഐഡിയോട് സാമ്യമുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്നു ഇമെയിൽ, അതാണ് ഇമെയിൽ സ്പൂഫിംഗ്. നെക്സ്റ്റ്, സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ക്രൈമാണ് ക്രാക്കിങ്ങും പൈറസിയും. ഇത് കേൾക്കാത്തവരാരും ഇല്ല. നമ്മൾ പറയും നമ്മൾ ക്രാക്ക്ഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ക്രാക്ക്ഡ് വേർഷന്റെ പ്രത്യേകത എന്താണ്? ഒറിജിനൽ വേർഷനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനില്ല. പക്ഷെ ആ ഇല്ലാത്ത ഫീച്ചർ നമുക്ക് വലിയ പ്രയോജനമുള്ളൊന്നും ആയിരിക്കത്തുമില്ല. അപ്പൊ പിടികിട്ടിയല്ലോ, ഒരു യൂസറിന് അത്യാവശ്യമല്ലാത്ത ഒരു സോഫ്റ്റ്വെയറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ആ സോഫ്റ്റ്വെയറിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്ന ക്രൈമിനെയാണ് എന്ത് വിളിക്കുക? സോഫ്റ്റ്വെയർ ക്രാക്കിംഗ്. ശ്രദ്ധിച്ചോണം, അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ടു എ സോഫ്റ്റ്വെയർ ഫോർ റിമൂവിംഗ് എ ഫീച്ചർ വിച്ച് ഈസ് നോട്ട് ഡിസൈറബിൾ ബൈ എ യൂസർ. മനസ്സിലായല്ലോ? ആ ഒരു നമ്മൾ 1-2 ഫീച്ചറൊന്നും നമുക്ക് അതിനകത്ത് കാണത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ എന്താണ് വൈറസ്, ആന്റിവൈറസ് ഫെസിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അതിനകത്ത് കാണത്തില്ല. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മതിയായിരിക്കും. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിന്റെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് റിമൂവ് ചെയ്ത് ഒരു മോഡിഫിക്കേഷൻ, ആ വേർഡിനാണ് പ്രാധാന്യം, മോഡിഫിക്കേഷൻ വരുത്തുന്ന ക്രൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഫ്റ്റ്വെയർ ക്രാക്കിംഗ് എന്ന് വിളിക്കുക. ഇതേ കാര്യം തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ പൈറസി എന്ന് വിളിക്കും. പൈറസി എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് കോപ്പിംഗ്, യൂസ്, മാനുഫാക്ചറിങ്, റീപ്രൊഡക്ഷൻ. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ട് കോപ്പി ചെയ്യുകയോ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് വിളിക്കുക? സോഫ്റ്റ്വെയർ പൈറസി എന്ന് വിളിക്കുക. അപ്പം മോഡിഫിക്കേഷൻ ക്രാക്കിംഗ് ആണ്. ബാക്കി കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? സോഫ്റ്റ്വെയർ പൈറസി എന്ന് വിളിക്കും. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സൈബർ ഫോർജറി. ഫോർജറി എന്ന വേർഡ് ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുണ്ട്, കണ്ടുണ്ടല്ലോ, കാശിനൊക്കെ ഒരുപാട് ആവശ്യം വരുമ്പോൾ അവർ ആരെയും ബുദ്ധിമുട്ടിക്കുക, സ്വന്തമായിട്ടൊക്കെ അത് അച്ചടിച്ചിറക്കും. കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കള്ളനോട്ടടി എന്നൊക്കെ പറയും. ഇങ്ങനെ ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ഫേക്ക് കറൻസികളോ മാർക്ക് ലിസ്റ്റോ, ചിലർക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ വേണ്ടി വരുമ്പോൾ യൂണിവേഴ്സിറ്റി ഒന്നും ബുദ്ധിമുട്ടിക്കുക, സ്വന്തമായിട്ട് തന്നെ പ്രിന്റ് ചെയ്തെടുക്കും. അങ്ങനെ ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ഫേക്ക് കറൻസിയോ മാർക്ക് ലിസ്റ്റോ ID കാർഡ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? സൈബർ ഫോർജറി എന്ന് വിളിക്കുക. വലിയ ക്രൈമാണ്, രാജ്യവിരുദ്ധ കുറ്റമാണ് സൈബർ ഫോർജറി. അപ്പൊ ആ വേർഡ് കിട്ടിയിട്ടല്ലോ. ഫേക്ക് കറൻസീസ്, മാർക്ക് ലിസ്റ്റ്, ID കാർഡ്സ് ഇവയൊക്കെ ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? സൈബർ ഫോർജറി. നെക്സ്റ്റ്, സൈബർ ഡീഫേമേഷൻ. പേര് തന്നെയുണ്ട്. ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ മോശമായി ബാധിക്കുന്ന രീതിയിൽ നമ്മൾ മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുക, അതിനെയാണ് എന്ത് വിളിക്കുക? സൈബർ ഡീഫേമേഷൻ. പരീക്ഷയ്ക്ക് ഇത് തന്നെ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് സൈബർ ഡീഫേമേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ്, 2 ടേമുകൾ ഓർത്തോണം. സൈബർ എസ്പിനോയേജ്, സൈബർ വാൻഡലിസം. എസ്പിനോയേജ് എന്ന വാക്കിന്റെ മീനിങ് ചാരവൃത്തി എന്നാണ്. Process of stealing secrets of data stored in a computer or network. ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ സൂക്ഷിച്ചിരിക്കുന്ന സീക്രട്സ് ഓഫ് ഡേറ്റ, ആ ഒരു വേർഡിനാണ് പ്രാധാന്യം. സീക്രട്സ് ഓഫ് ഡേറ്റ മോഷ്ടിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? സൈബർ എസ്പിനോയേജ്. ചാരവൃത്തിയാണ്, അതായത് അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് അതിന്റെ ഉടമസ്ഥന് ഒരു പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചോണം, സൈബർ വാൻഡലിസം. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഹാർഡ്വെയർ പാർട്ടുകൾ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാം. അതിലൂടെയും അതിൻ്റെ ഒറിജിനൽ ആളിന് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് വിവരങ്ങൾ നഷ്ടമാകാം. ഇവിടെ എന്തിനാണ് പ്രാധാന്യം? ഹാർഡ്വെയർ ഭാഗത്തിനാണ് പ്രാധാന്യം. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഹാർഡ് ഡിസ്കിങ് ഉരിയെടുക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥന് അറിയാതെ. അപ്പോൾ അയാൾക്ക് അത് ഹാർഡ്വെയർ പാർട്ട് നഷ്ടമായി, ആ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്ന ഡേറ്റ നഷ്ടമായി. പക്ഷേ ആ ഡേറ്റ നഷ്ടമായി എന്ന് അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, കാരണം അയാളുടെ ഹാർഡ് ഡിസ്ക് പോയെന്ന് അയാൾക്ക് അറിയാൻ പറ്റും. നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ ആരെങ്കിലും ഊരിയെടുത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കൃത്യമായിട്ട് ഇച്ചിരിയെങ്കിലും ബോധമുള്ള ആളെ സംബന്ധിച്ച് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അയാൾക്ക് മനസ്സിലായ ഡേറ്റയും പോയെന്ന്. പക്ഷേ എസ്പിനോയിജിന്റെ കേസിൽ അങ്ങനെയല്ല, അത് സീക്രട്സ് ഓഫ് ഡേറ്റയാണ് മോഷ്ടിക്കുന്നത്. ഒരു പക്ഷേ അതിന്റെ ഉടമസ്ഥന് അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഇതാണ് വ്യത്യാസം. എസ്പിനോയിജ് എന്ന് പറഞ്ഞാൽ സീക്രട്സ് ഓഫ് ഡേറ്റ മോഷ്ടിക്കുകയാണ്, ഇവിടെ ഹാർഡ്വെയർ പാർട്സ് നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുകയാണ്, അതിലൂടെ
ഉടമസ്ഥന് ഡേറ്റയും നഷ്ടമാകാം. അപ്പോൾ SCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതും അത്യാവശ്യം നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ചതുമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈമുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്, മനസ്സിലാക്കുക ഓരോന്നും. അപ്പോൾ ഓരോന്നിനും ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ വേർഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ അയാളുടെ ലോജിക്ക് അനുസരിച്ച് ഇതിന് വലിയ ഡെഫിനിഷൻ ഒക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കാണാതെ പഠിച്ച് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ: ഒരു നെറ്റ്വർക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന സീക്രട്സ് ഓഫ് ഡേറ്റ അതിന്റെ ഉടമസ്ഥൻ അറിയാതെ സൈബർ ലോകത്ത് മറ്റൊരാൾ കോപ്പി ചെയ്താൽ ആ ക്രൈമിനെ എന്ത് വിളിക്കും? അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സീക്രട്സ് ഓഫ് ഡേറ്റ മോഷ്ടിച്ചു എന്ത് വിളിക്കും? സൈബർ എസ്പിനോയിസ്. അല്ലെങ്കിൽ ഒരു പ്രിന്ററിന്റെ സഹായത്തോടെ ഫേക്ക് മാർക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ സൈബർ ലോകത്ത് ആ ക്രൈമിനെ എന്ത് വിളിക്കും? അപ്പൊ എന്ത് വിളിക്കും? ഫോർജറി എന്ന് പറയും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. അത് കൃത്യമായിട്ട് ഓരോന്നിന്റെയും ഡെഫിനിഷൻ എന്താണ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളായിട്ട് ഇവിടുന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും മിനിമം പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് പഠിച്ചിരുന്നാൽ ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായി ഇത് പഠിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും ഈ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ. അപ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ശേഷം ക്ലാസ്സിനെ ഫോളോ ചെയ്ത് വരുന്ന MCQ അറ്റൻഡ് ചെയ്യുക. അതുകൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആവും ഈ ടോപ്പിക്കിൽ. അതിന് ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായി എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്